പാലക്കാട് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച പണം പിടികൂടി. 2 മഹാരാഷ്ട്ര സ്വദേശികളിൽ നിന്നായ 40 ലക്ഷം രൂപയാണ് പിടികൂടിയത്. വാളയാറിൽ നിന്നും കൂട്ടുപാതയിൽ നിന്നുമാണ് പണം പിടിച്ചെടുത്തത്. നിഖിൽ പ്രമേഷ് പാലക്കാട് ചേരുന്നു. നിഖിൽ, കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ മഹാരാഷ്ട്ര സ്വദേശികൾ ബൈക്കിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച പണം പിടികൂടിയിരുന്നു. ആർക്ക് വേണ്ടിയാണ് ഈ മഹാരാഷ്ട്ര സ്വദേശികൾ സംസ്ഥാനത്തേക്ക് പണം എത്തിക്കുന്നത്? വിവരങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനകൾക്കിടയിലാണ് ഇപ്പോൾ 2 പേർ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മഹാരാഷ്ട്ര സ്വദേശികളായ വിശാൽ വിലാസ്കർ, ചവാൻ സച്ചിൻ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായത്. ശരീരത്തോട് ചേർന്ന ഒരു രഹസ്യ ജാക്കറ്റ് ഉണ്ടാക്കിയാണ് ഇവർ പണം സൂക്ഷിച്ചിരുന്നത്. ഇവർ ആർക്ക് വേണ്ടിയാണ് ഈ പണം കടത്തിയത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളില്ല. സ്വർണം വിറ്റ പണം എന്നുള്ളതാണ് ഇവർ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവർ നടത്തുന്ന തെരഞ്ഞെടുപ്പ് ഈ പരിശോധനകൾക്കിടെ കണ്ടെത്തിയതാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇവർ ആർക്ക് വേണ്ടിയാണ് പണം എത്തിച്ചത്, ആരാണ് പണം നൽകി വിട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പണത്തിന്റെ സ്രോതസ് ഇതുവരെ ഹാജരാക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല. 20 ലക്ഷം രൂപ വീതം 2 പ്രതികളിൽ നിന്നും പിടിച്ചെടുക്കുകയായിരുന്നു. പ്രതികളെയും പണവും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ശരി, നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പാലക്കാട് നിന്ന് നൽകിയത്.